Hello all. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മളുടെ SSLC എക്സാമിന് ഓരോ ചാപ്റ്റർ ബയോളജിയിൽ SSLC എക്സാമിന് ബയോളജിയിൽ ഓരോ ചാപ്റ്ററിനും എത്ര വെയിറ്റേജിനുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് ഓരോ ചാപ്റ്ററിനും ഇമ്പോർട്ടൻസ് കൊടുക്കാം. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, കാരണം നമുക്ക് ആകെ 8 ചാപ്റ്റേഴ്സേ ഉള്ളൂ. ആ 8 ചാപ്റ്റേഴ്സിൽ ഓരോന്നിനും ഓരോ ചാപ്റ്ററിനും എത്ര മാർക്കിനൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. സോ ഇതാണ് നമ്മളുടെ 8 ചാപ്റ്റേഴ്സ്. അപ്പോൾ അതിൽ 8 ചാപ്റ്റേഴ്സിനകത്ത് മിസ് ഗ്രീൻ കളർ കൊടുത്തത് ഏറ്റവും കൂടുതൽ മാർക്സ് ചോദിക്കുന്ന ചാപ്റ്റേഴ്സിനാണ്. അതായത് സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ്, കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ്. അപ്പോൾ ഈ 2 ചാപ്റ്റേഴ്സിനാണ് ഏറ്റവും കൂടുതൽ മാർക്സ്, അതായത് 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഈ 2 ചാപ്റ്ററിന് വരുന്നുണ്ട്. അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉള്ള ചാപ്റ്ററാണ്. പിന്നെ മഞ്ഞ് കൊടുത്തത് അതിൻ്റെ തൊട്ട് താഴെ മാർക്സ് വരുന്നതാണ്. വിൻഡോസ് ഓഫ് നോളജ്, കീപ്പിംഗ് ഡിസീസസ് അവേ, ദെൻ സോൾജേഴ്സ് ഓഫ് ഡിഫെൻസ്. 8 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഈ 3 ചാപ്റ്റേഴ്സിന് വരുന്നുണ്ട്. ദെൻ നമുക്ക് അൺറാവലിംഗ് ജെനറ്റിക് മിസ്റ്ററീസ്, പാത്ത് ട്രാവേഴ്സ്ഡ് ബൈ ലൈഫ്. അതാണ് മിസ് പിങ്ക് കളറിൽ കൊടുത്തിരിക്കുന്നത് 7 മാർക്കിന്. അപ്പം വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, 9, 8, 7. അപ്പം ഇതൊക്കെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, കാരണം കുറച്ചല്ലേ ഉള്ളൂ. അപ്പം ജെനറ്റിക് മിസ്റ്ററീസും അതേപോലെ തന്നെ നമ്മളുടെ പാത്ത് ട്രാവേഴ്സ്ഡ് ബൈ ലൈഫിൽ 7 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ദെൻ ഏറ്റവും കുറവ് മാർക്ക് വരുന്നൊരു ചാപ്റ്ററാണ്, ഏറ്റവും സിമ്പിൾ കുഞ്ഞ് ചാപ്റ്ററാണ് ജെനറ്റിക്സ് ഓഫ് ദ ഫ്യൂച്ചർ. 3 മാർക്കേ അവിടെ നിന്ന് വരാറുള്ളൂ. സോ ഇതാണ് നമ്മളുടെ 8 ചാപ്റ്റേഴ്സിൽ ക്വസ്റ്റ്യൻസ് വരുന്ന ആ ഒരു വെയിറ്റേജും കാര്യങ്ങളൊക്കെ. അപ്പം ഈ എല്ലാ ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. കുറച്ചധികം ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സ് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അവിടെ വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ.